എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്നിപ്പം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പൊതുവെ വാഹനാപകടങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കൊച്ചു കൊച്ചു കുട്ടികൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഉടനെ വണ്ടികളൊക്കെ ഇങ്ങനെ പറപ്പിക്കുന്ന കണ്ടാച്ചിരിക്കാൻ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയൊക്കെ സ്പീഡിൽ എങ്ങനെയാണ്, എത്ര ധൈര്യത്തിലാണ് അവരുടെ ജീവൻ പോലും പണയം വെച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ റോഡ് നടത്തുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും ആ വണ്ടി അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ അപകടങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവാണോ, അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം പല ഡ്രൈവിംഗ് സ്കൂളുകളിലും അവർക്ക് ലൈസൻസ് വാങ്ങിച്ചു കൊടുക്കും പൈസ വാങ്ങിയിട്ട്. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു പരിശീലനം അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനുള്ളൊരു അറിവ് വേണ്ടതുപോലെ പകരുന്നില്ല എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ ചുരുങ്ങിപക്ഷം നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയെങ്കിലും ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഒരുപക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിന്ന് വരാം. ഏതാണ് ശ്രദ്ധിച്ച് നോക്കൂ. ഡ്രൈവിങ് പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാറിലാണെങ്കിൽ ഒരു 4 വീലറിൻ്റെ നോക്കിക്കോളൂ. അത് ഞാനിവിടെ പറയാൻ വന്നത്. 4 വീലറിൻ്റെ സീറ്റിലിരുന്ന ശേഷം ആദ്യം സീറ്റിൻ്റെ ദൂരം, കാരണം നമ്മളിരിക്കുന്ന അത് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൃത്യമായി കാണുന്നുണ്ടോ, അതുപോലെ തന്നെ സീറ്റിൻ്റെ ആ ഒരു പൊസിഷൻ, ഹൈറ്റ്, സൈഡിലേക്ക് വേണോ മുമ്പിലേക്ക് വേണോ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കാലുകൾ യഥേഷ്ടം നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ രീതിയിൽ സീറ്റ് അറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിററാണ്. 2 സൈഡ് മിറർ, പിന്നെ സെൻറ്ററിൽ മുകളിലൊരു മിററില്ലേ, ബാക്ക് സൈഡിൽ നിന്ന് എന്തെങ്കിലും വാഹനങ്ങൾ വരുമ്പോൾ കാണാനുള്ള ആ ഒരു മിററൊക്കെ, കണ്ണാടികളൊക്കെ നമ്മൾ അതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ ഓടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് 2 സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നതും പുറകിൽ നിന്ന് വരുന്നതൊക്കെ കാണാൻ സാധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇപ്പോഴത്തെ നിയമപ്രകാരം സീറ്റ് ബെൽറ്റ് ധരിക്കണം അല്ലേ. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം പിന്നെ ക്ലച്ചും ബ്രേക്കും അമർത്തി വാഹനം ഒന്ന് നോക്കുക എല്ലാം ഓക്കെ ആണോ. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പം അതൊരു ഹാൻഡ് ബ്രേക്കിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതുപോലെ ഏതെങ്കിലും ഒരു ഗിയറിൽ, ഒന്നുകിൽ റിവേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ആയിരിക്കും വാഹനങ്ങൾ പൊതുവേ ഈ വണ്ടി അറിയുന്നവർ പാർക്ക് ചെയ്യുമ്പം വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളത് നോക്കുക. ആദ്യം ക്ലച്ച്, ഇടത് കാല്, അതിനെപ്പറ്റി ആദ്യം പറയാം. ഈ താഴെ നമ്മൾ കാലുകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്: ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ അല്ലേ. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ABC, റിവേഴ്സിൽ ABC അല്ലെങ്കിൽ CBA. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം ഇടത് കാല് ആദ്യം വെക്കുന്നത് ക്ലച്ചിലാണ്, അത് കഴിഞ്ഞ് നടുക്ക് ബ്രേക്ക്, പിന്നെ ലാസ്റ്റിൽ ആക്സിലേറ്റർ. ആക്സിലേറ്റർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വലത് കാലം കൊണ്ട് ആക്സിലേറ്റർ ഉപയോഗിക്കും. അതുപോലെ തന്നെ ബ്രേക്ക് ഉപയോഗിക്കുന്നതും വലത് കാലം കൊണ്ടാണ്. ഇടത് കാലം കൊണ്ട് നമ്മൾ ക്ലച്ച് മാത്രമേ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇടത് കാലം എപ്പോഴും ഉപയോഗിക്കുന്നത് ക്ലച്ച് പ്രവർത്തിപ്പിക്കാനാണ്. ബാക്കി ആക്സിലേറ്ററും ബ്രേക്കും രണ്ടും വലത് കാലം കൊണ്ടാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അത് അവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ പാടില്ല. അതിനുശേഷം ക്ലച്ച് ബ്രേക്കൊക്കെ നോക്കിയ ശേഷം നമ്മൾ ക്ലച്ചിൽ കാലമർത്തി ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം അതിനുശേഷം നമ്മൾ മെല്ലെ ഗിയറിലാണോ, ഹാൻഡ് ഗിയർ അല്ലേ, ഹാൻഡ് ബ്രേക്ക് കൊടുക്കുന്ന ഇല്ലേ, അതൊന്ന് മെല്ലെ മാറ്റുക. അത് കഴിഞ്ഞിട്ട് ഗിയർ നോക്കുക. ക്ലച്ചിൽ കാല് വെച്ച് ബ്രേക്കിലും കാല് വെച്ച ശേഷം ഗിയർ ഒന്ന് ചെക്ക് ചെയ്യുക. ഗിയർ ന്യൂട്രലാക്കി വരിക. ഓക്കെ, അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയറിൽ ലിവറൊക്കെ ഓക്കെ ആണോ, പിന്നെ അവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലേക്കാണ്. അപ്പോൾ നമ്മളെങ്ങനെ ന്യൂട്രലാണോ നോക്കുന്നത്, അത് ഈ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം ഫ്രീ ആയിട്ട് മുന്നോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ന്യൂട്രലാണെന്ന് മനസ്സിലാകും. അപ്പോൾ ന്യൂട്രലായ ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഗിയറിലാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ചാടും. അതുകൊണ്ട് ന്യൂട്രൽ ഗിയറിലാക്കിയ ശേഷം മാത്രം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി ശേഷം ആദ്യം ബ്രേക്ക് മെല്ലെ വിട്ട് ആക്സിലറേറ്ററിൽ കാല് കൊണ്ടുപോയിട്ട്
മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വാഹനം മെല്ലെ 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 മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സ്റ്റിയറിങ്ങിന് മുകളിൽ തന്നെ ഒരു ചെറിയ ലിവറുണ്ട്. ആ ലിവർ ഇങ്ങോട്ട് താഴോട്ടാക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് സിഗ്നൽ ലൈറ്റ് വരും. അപ്പോൾ ആ ലൈറ്റ് പ്രവർത്തിപ്പിച്ചതിൻ്റെ അർത്ഥം പുറകിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ വാഹനം മുന്നോട്ട് എടുക്കാൻ പോവുകയാണ്, റൈറ്റിലേക്ക് എടുക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവരത് ശ്രദ്ധിക്കും. അപ്പോൾ അവർക്കൊരു സിഗ്നൽ കൊടുക്കുകയാണ് നമ്മൾ വണ്ടി എടുക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിലേക്കുള്ള സിഗ്നൽ ലൈറ്റ്. അതിനുശേഷം വണ്ടി സ്പീഡ് കൂടുന്നതനുസരിച്ച് 2, 3, 4 അങ്ങനെ ഗിയറിലേക്ക് നമ്മൾ കൂട്ടി കൊണ്ടുപോകും. അപ്പോൾ സ്പീഡ് കൂടുന്നതനുസരിച്ചാണ്. അത് ഞാൻ കൃത്യമായിട്ട് വേറൊരു ഇതിൽ പറയാം. വാഹനത്തിന് വേഗത ഏകദേശം 40 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്താലും അതോടൊപ്പം ക്ലച്ച് അമർത്തുക. വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ കൂടുതലാണ് എങ്കിൽ ബ്രേക്ക് കിട്ടുമ്പം ക്ലച്ച് അമർത്തണം നിർബന്ധമില്ല. വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ താഴെയതിന് ശേഷം മാത്രം ക്ലച്ച് അമർത്താൻ തുടങ്ങിയാലും മതി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ, ഒരു റോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വാഹനം നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമാവില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇടതുവശത്തെ റോഡിൽ കൂടി മാത്രം പോകാൻ ശ്രദ്ധിക്കുക. റോഡിൻ്റെ ഇടത് ഭാഗത്ത് കൂടി മാത്രം പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക്, ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെ വലതുവശത്തെ റോഡ് സുഖമായി കടന്നു പോകാനുള്ളൊരു സൗകര്യപ്പെടുത്തലും കൂടിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അങ്ങനെ വളവുകളിലും കയറ്റങ്ങളിലും ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. വളവുകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സിഗ്നൽ ലൈറ്റ് കൊടുക്കുക. നമ്മൾ ഏത് സൈഡിലേക്കാണ് തിരിയുന്നത്, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ, അപ്പം സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ട് മിററിലൂടെ ശ്രദ്ധിച്ച് വാഹനങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് വണ്ടി എടുക്കുക. അപ്പോൾ കയറ്റങ്ങളിലും ഈ വളവുകളൊന്നും ഓവർടേക്ക് ചെയ്തിരുന്നാൽ അപകടം നമുക്ക് കുറയ്ക്കാം. പിന്നെ മുമ്പിലുള്ള റോഡ് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പിറകിൽ നിന്ന് നമുക്ക് ക്രോസ് ചെയ്തിട്ടൊരു വണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എതിർവശത്തുനിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന ഉറപ്പായാലും മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഹോൺ മുഴക്കി മുമ്പുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർക്കൊരു നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വേണ്ടിയിട്ട് അവരെ മനസ്സിലാക്കിയാൻ വേണ്ടി നമ്മളൊരു ചെറുതൊന്ന് ഹോൺ അടിക്കുന്നു. അതുപോലെ മുന്നിലെ വണ്ടിയുടെ ഡ്രൈവർ നൽകുന്ന സിഗ്നൽ അനുസരിക്കുക. അദ്ദേഹം നിർദ്ദേശം നൽകും, ഓക്കെ പാസ് ചെയ്തവൻ്റെ കൈ കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും മുമ്പിലോട്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, കയറ്റത്തിൽ സ്പീഡ് കൂടാൻ ആക്സിലേറ്റർ അമർത്തും അല്ലേ, സ്പീഡ് കുറയ്ക്കാനും നിർത്താനും ബ്രേക്ക്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വലിയൊരു കയറ്റമാണെങ്കിൽ കയറ്റത്തിന് തുടക്കം തന്നെ ഫസ്റ്റ് ഗിയറിലേക്കാക്കി മാറ്റുക വണ്ടി. കാരണം സ്പീഡ് കുറയുമ്പോൾ പിന്നീട് നമുക്ക് ഫസ്റ്റ് ഗിയർ ആക്കാൻ ചാൻസ് ഇല്ല. കാരണം ഒരു കാല് നമ്മൾ ക്ലച്ചിൽ അമർത്തി ഫസ്റ്റിലെടുക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് പുറകോട്ട് വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ബ്രേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വലത്തെ കാലുകൊണ്ടാണുമ്പോൾ ബ്രേക്കും ആക്സിലേറ്ററും ഒരുപോലെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആക്സിലേറ്റർ ആയിരിക്കും കാല്, അതിൽ നിന്ന് മാറ്റിയ വണ്ടി സ്പീഡ് കുറയും, വണ്ടി നേരെ പുറകോട്ട് വരാനും പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റില്ല. അപ്പോൾ നമ്മളെ വണ്ടി കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ ബ്രേക്കിലല്ല, ക്ലച്ചും ആക്സിലേറ്ററും അതൊരു ആനുപാതികമായിട്ട് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ആക്സിലേറ്റർ ഒരു കാരണവശാലും കാലെടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ വണ്ടി പുറകോട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ പുറകിലുള്ള വാഹനങ്ങളെ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഈ റോഡ് എന്നുള്ള പബ്ലിക്കിന് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കേണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ റോഡിൽ നമ്മൾ മാത്രം സുഖമായിട്ട് പോയി മറ്റുള്ളവർക്ക് തടസ്സമാകുന്ന രീതിയിൽ ഒരിക്കലും പോകാൻ പാടില്ല. അത് ട്രാഫിക് നിയമങ്ങൾക്ക് എതിരാണ് താനും. അതൊന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ആണെങ്കിൽ അത്ര കുഴപ്പമില്ല. അതേസമയത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വണ്ടി അല്ലെങ്കിൽ ആദ്യം കുറച്ച് കിലോമീറ്റർ പോകുന്നവരെ ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോൾ നിൽക്കുന്നുണ്ടോ, ക്ലച്ച് പ്രവർത്തിക്കുന്നുണ്ടോ, ഗിയർ കറക്റ്റ് വീഴുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് അറിയാൻ ഒന്ന് ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ച് ഓടിച്ച് നോക്കുക. കാരണം ക്ലച്ച് ചിലപ്പം ടൈറ്റായിരിക്കും,
അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി എനിക്കത് പരിചയമുള്ളതുകൊണ്ട് പ്രശ്നമാവില്ല, മറ്റുള്ള ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രശ്നം വരും. അപ്പോൾ അത് ബ്രേക്കിൻ്റെയൊക്കെ അവസ്ഥ നോക്കുക. സ്റ്റിയറിങ് പ്ലേ ഉണ്ടോ, എത്ര തിരിച്ചാൽ വണ്ടി വളയും കൃത്യമായിട്ട്, അതൊക്കെ നോക്കണം. പ്ലേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു ജെർക്ക് പോലെയൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ചാൽ വണ്ടി തിരിക്കുമ്പോൾ കൃത്യമായിട്ട് തിരിഞ്ഞു വരില്ല. അതൊക്കെ ഒന്ന് പരിചയമാവുന്നവരെ, അതിൻ്റെയൊക്കെ അവസ്ഥ, ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുക. പിന്നെ റോഡുകളിലെ സിഗ്നൽ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. സിഗ്നലൊക്കെ തെറ്റിച്ച് പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാവാം, നമ്മൾ ഒരു കേസും ചാർജ് ചെയ്യപ്പെടാൻ കേട്ടോ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനുള്ളതാണ്, നമ്മുടെ അഹങ്കാരവും അല്ലെങ്കിൽ അഹംഭാവമൊന്നും കാണിക്കാനുള്ളതല്ല. നമ്മൾ എത്ര മുന്തിയ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിലും നിയമങ്ങളെല്ലാവർക്കും ഒരുപോലെയാണ്. സൈക്കിൾ ചവിട്ടി വരുന്ന ആൾക്കും തുടങ്ങിയിട്ട് ഒരു സാധാരണ ഒരു പാവം കാറുകാരനായാലും വില കൂടിയ കാറുകാരനായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ നമ്മളൊരു ചെറിയൊരു അശ്രദ്ധ ഒരു ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമായി മാറും. അതുകൊണ്ട് ഒരു നല്ല ഡ്രൈവറാവുക, അതുപോലെ ഒരു നല്ല പൗരനാവുക, നല്ല മനുഷ്യനാവുക. ചിലപ്പം എതിർവശത്ത് വരുന്ന ആൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാമെന്നല്ലാതെ അവരോട് വഴക്കുണ്ടാക്കി അവർക്ക് പ്രശ്നമുണ്ടാക്കി ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് നടത്താൻ പറ്റും. ശ്രദ്ധയോടെ മറ്റുള്ളവർക്ക് വിഷമമില്ലാതെ നമുക്കും പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ വാഹന അപകടങ്ങൾ ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരറിവും ചെറുതല്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേന്ന് തോന്നും, അറിയുന്നതായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ വരുന്ന ഒരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്, അല്ലേ? കാരണം നമ്മൾ പൊതു നിരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുകയും കഴിയുന്നത്ര അപകടങ്ങളും ഒഴിവാക്കുക. അപകടം കൊണ്ട് ജീവനെ കൂടാൻ പറ്റാമെന്നുള്ള വാഹനത്തിന് ക്ഷതാൻ പറ്റാം, അല്ലേ? മറ്റുള്ളവർ വാഹനത്തിൽ നമ്മൾ കാരണം വിഷമമുണ്ടാവാം. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, കേസുകളിലും ധനനഷ്ടത്തിലൊക്കെ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് സേഫായിട്ട് വണ്ടി ഓടിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് സുനേഷ് പുന്നൂർ, പൂനെ.